ചേട്ടാ ഡിവൈഡർ ഹൈവേരെ സൈഡിലേക്ക് അടിച്ചിട്ടോ നോക്ക്. ഒരു മണ്ണ് കൊണ്ടടിക്കണ മര്യാദ സാധനം പകല് നിർത്തിയതിൻ്റെ ഇത് നോക്ക്. ലൈറ്റ് വരെ ഇല്ലാന്ന്. മുകളിലേക്ക് ഒരു ലൈറ്റ് വരെ കത്തിച്ചിട്ടില്ലേ അവര്. ചേട്ടാ ഈ സാധനം ഹൈവേയിലേക്ക് അടിച്ചിട്ടാണ്. ഹൈവേരെ പകുതിക്ക് എടുക്കണം കണ്ട. ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളോ അതിലേക്കാണ് ഈ സാധനം അടിച്ചിട്ടാണ് അവര്. കണ്ട വണ്ടി വന്ന് കയറിയണോ നോക്കിയേട്ടെ. ഇതാണ് ഹൈവേട്ടാ ചേട്ടാ നോക്കട്ടാ. ഹൈവേരെ സൈഡ് അത് കണ്ട. ഇത്ര സാധനം പുറമേക്ക് എടുക്കാന്ന്. ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളോ അതിൻ്റെ ഉള്ളിലേക്ക് സാധനം കുത്തി കയറ്റിട്ടുണ്ട് അവര്. ആ ചേച്ചിയുടെ കൈ കൊടിഞ്ഞിട്ട് കണ്ട ചോരൊക്കെ ഒന്ന് പോയില്ലടാ. ചേട്ടാ ഈ സാധനം നോക്കട്ടാ. ഒരു ബസ്സിന് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ആ സാധനത്തിൽ കൂടെ വന്ന് കയറണേ. അവർ കൊണ്ടടിച്ചോ നോക്ക്. ഇവിടെ കുഴി തോണ്ടിട്ടേക്കാ പമ്പിൽ കയറാൻ വേണ്ടിയിട്ട്. അത് റോഡിന്റെ പകുതിക്ക് വരെ അവർ അടിച്ചിറക്കിയ സാധനം. ദേശീയപാതയിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഫ്ലൈ ഓവറൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഒന്നാമത് ഈ പല ഫ്ലൈ ഓവറുകളിലും വെട്ടമില്ല. ഈ ഫ്ലൈ ഓവറിൻ്റെ നടുക്കൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് മെറ്റലൊക്കെ കൊണ്ട് കുത്തിയിട്ടുണ്ടാവും. ഈ ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ഭാഗത്ത് നല്ല സ്പീഡിലായിരിക്കില്ലേ. ഇത് വല്ലവരും കാണും. അതേ കുറച്ച് നേരത്തെ മുന്നേ പേരാമ്പ്ര ആ ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ഭാഗത്ത് അവിടെ ഒരു കാറ് മെറ്റൽ നടുക്ക് കൂന പോലെ കൊണ്ട് ഇട്ടിരിക്കല്ലേ. കൊണ്ടിടിച്ചു. വരുന്ന ആൾക്കാർക്കറിയോ, ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ആളുകൾക്കറിയോ എന്തൊരു തെണ്ടിത്തരന് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു വെട്ടം പോലും ഇല്ല. ഇത് ആരെങ്കിലും കാണണ്ടോ? ഈ ഹൈവേയിൽ കൊണ്ട് ചെയ്തു വെച്ചേക്കണ പരിപാടിയാണെന്നത്. എന്തു ആ വണ്ടി കയറി ഇടിച്ചു. അതിലുള്ള യാത്രികർക്ക് പരിക്ക് പറ്റി കൊടാര ശാന്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയ്ക്കും മനുഷ്യത്വപരമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ കമ്പനി, ഈ PST എന്ന് പറയുന്ന കമ്പനി, ഇവർ ചെയ്തു കൂട്ടിയേക്കണ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിപ്പാതയിൽ ഒന്നാമത് തന്നെ മേൽപ്പാലത്തുമ്പോൾ ലൈറ്റുള്ള ഒരു സാധനമില്ല. അതിൻ്റെ മുന്നിൽ കൂടെയാണ് കൊണ്ടുപോയി ഈ മെറ്റൽ കൂന കൊണ്ടുവച്ചേക്കുന്നത്. ഇവരുടെ ഒരു നിർമ്മാണ രീതികളും ഇവരെ ശരിയല്ല. ഇവർ ഈ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികൾ മുഴുവൻ ചെയ്തു വെച്ചത്. ഈ ഹൈവേയിലൂടെ അങ്കമാലി തൊട്ട് അമ്പലൂർ വരെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് രാത്രികാല സഞ്ചാരം. വല്ല കമ്പിയൊക്കെ സംഗതി ഇതൊക്കെ കിടക്കണ്ടാവും. ഒരു ലൈറ്റ് പോലും ഇല്ല. ഈ അടിപ്പാതയിലേക്കൊക്കെ നമ്മൾ വണ്ടി എടുത്ത് മേൽപ്പാലത്തുമ്പോൾ കയറി പോണ സമയത്ത് അവിടെ ഒരു കാറ് മറിഞ്ഞ അപ്പുറത്തെ വശത്ത് ഏതെങ്കിലും വാഹനം ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം പോയില്ലേ. ഏത് പട്ടിക്കാണത് ചിന്ത? ഏതെങ്കിലും ആളുകൾക്ക് ചിന്തയുണ്ടോ? ഹൈവേ ഒത്ത നടുക്ക് ഹൈവേയുടെ നടുക്ക് കൊണ്ടുപോയിട്ടാണ്. ഏതാനും നിമിഷമായിട്ടുള്ളൂ, ചൂടാറിയിട്ടില്ല. ഏതെങ്കിലും ജനപ്രതിനിധികൾ ഏതെങ്കിലും ആളുകൾ ഇത് കാണുന്നുണ്ടോ? ഒരു സുഖമായിട്ട് കിടന്നുറങ്ങല്ലേ. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ഈ പരിപാടി? ഈ വക ഊച്ചാളി പരിപാടി. ഹൈവേയുടെ നടുക്ക് കൊണ്ടുപോയിട്ട് കോപ്പ് കുത്താൻ വേണ്ടി പോകുന്നത്. മറ്റുള്ള ഇവരെ കൊണ്ട് ചോപ്പിക്കണം. അത് മുന്നോട്ട് അവിടുന്ന് കൊട്ടയിലില്ലേ ഇവരെ കൊണ്ട് ചോപ്പിക്കണം. ഈ വഴി തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇനോവ കയറി ഇടിച്ച് മറിഞ്ഞെങ്കിലോ? ഇപ്പം ഇതിൻ്റെ സ്ഥിതിനെ കാണണേ. നമ്മുടെ ഫോളോവർ അയച്ചു തന്നതാ. നീ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഇതുപോലുള്ള ആളുകൾ കൊടുക്കുന്ന സൂചനകളാണ് പല അപകടങ്ങളിലും പലരും രക്ഷിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു സജ്ജീകരണം വെക്കേണ്ടതെന്ന്. ഇവിടെ മെറ്റൽ കൂന അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെന്ന്. മറ്റേ ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ഭാഗമല്ലത്. കഷ്ടം. ഈ ഒരു അടുപ്പിലെ ഒരു അടിപ്പാതയും മേൽപ്പാതയും രണ്ടും പണിതില്ല. ആളുകൾ എത്ര പേരെ കാലപുരിക്ക് പോകുന്നുള്ള ഒരു പിടിപാടില്ല.